കഴിഞ്ഞ തവണ ഒരു വിരുന്നുകാരനായിട്ടാണ് രഥോത്സവം കണ്ടതെങ്കിൽ തവണ വീട്ടുകാരനായി രഥോത്സവത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഒരു വർഷം കൊണ്ട് വ്യക്തി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായല്ലോ. കാരണം ഒരു മേൽവിലാസം തന്നെ ഇങ്ങോട്ട് പാലക്കാടായിട്ട് മാറി. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ ലഹരിയിലാണ് എന്നോടൊപ്പം ഉള്ളത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുലിന്റെ രണ്ടാമത്തെ രഥോത്സവമാണ്. രണ്ടാമത്തെ തേരാണ്. അത് കഴിഞ്ഞ തവണ തേരിന്റെ സമയത്തായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഒരു മാമാങ്കം. ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ ഒതുങ്ങി സ്വസ്ഥമായിട്ട് തേര് ആസ്വദിക്കാം. ഈ സ്ഥാനാർത്ഥിയായിട്ട് രഥോത്സവത്തിന് വരുന്നതും ഈ MLA ആയി വരുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? വ്യത്യാസം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ രഥോത്സവവുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യാസം ഇല്ലെങ്കിലും കഴിഞ്ഞ തവണ പലരെയും പരിചയപ്പെടുകയായിരുന്നെങ്കിൽ ഇത്തവണ വരുമ്പോൾ പല കുറി കണ്ട് പരിചയിച്ച അടുപ്പമുള്ള പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകളെയും വീടുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത്. കഴിഞ്ഞ തവണ ഒരു വിരുന്നുകാരനായിട്ടാണ് രഥോത്സവം കണ്ടതെങ്കിൽ തവണ വീട്ടുകാരനായി രഥോത്സവത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഒരു വർഷം കൊണ്ട് വ്യക്തി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായല്ലോ. കാരണം ഒരു മേൽവിലാസം തന്നെ ഇങ്ങോട്ട് പാലക്കാടായിട്ട് മാറി. അപ്പോൾ അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഒരു വലിയ സന്തോഷം, ഒരു വലിയ ഭാഗ്യവും ഈ നാടിൻ്റെ ഒരു സ്നേഹമൊക്കെയാണ്. ഈ രഥോത്സവം ശരിക്കും ഇപ്പോൾ പാലക്കാടിൻ്റെ ഒരു ദേശീയ ഉത്സവമായി മാറിക്കഴിഞ്ഞു. നമുക്കിത് കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു MLA എന്നുള്ള നിലയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക? അല്ല, സത്യത്തിൽ രഥോത്സവം പാലക്കാടിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ ആകെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ ആകെ ഉള്ളൊരു വലിയ ഉത്സവമാണ്. അപ്പം അതിന് മത, ജാതി, വർഗ, വർണ്ണ, ഭാഷാ വ്യത്യാസങ്ങളില്ലാതെ നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിയാൽ കഴിഞ്ഞാൽ തന്നെ പല സംസ്ഥാനത്തെ ആളുകളെ, പല ജില്ലയിലെ ആളുകളെ കാണാം. പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഈ ദേവരഥ സംഗമമൊക്കെ വൈകുന്നേരം നടക്കുന്ന സമയത്ത് പാലക്കാടുകാർ കുറവാണ്. കൂടുതലും ഇന്ത്യയുടെ വിവിധ ഭാഗത്തുനിന്ന് വരുന്ന മനുഷ്യന്മാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പാലക്കാടിൻ്റെ ഒരു മേൽവിലാസമായി കൽപ്പാത്തി രഥോത്സവം മാറുന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്പം നമ്മൾ കേന്ദ്ര സർക്കാരിലേക്ക് ഒരു പ്രോജക്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കൾച്ചറൽ ടൂറിസവുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീ ഷാഫി പറമ്പിലിൻ്റെ കാലത്ത് ശ്രീ VK ശ്രീകണ്ഠൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങളുടെ എല്ലാം തുടർച്ച ഈ ഒരു വർഷക്കാലം കൊണ്ട് നമുക്ക് റോഡുകളായി, അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുമൊക്കെ ഇവിടെ ചെയ്യാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഒരു വലിയ മാസ്റ്റർ പ്രോജക്റ്റ് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. ചുവന്ന ജുബയൊക്കെയാണല്ലോ. അല്ല, ഒരു സത്യത്തിൽ ഈ ഉത്സവങ്ങൾ, പെരുന്നാൾ എന്നൊക്കെ പറയുന്നത് ആഘോഷങ്ങളുടെ, വർണ്ണങ്ങളുടെ, സന്തോഷത്തിൻ്റെതാണ്. അപ്പോൾ നമുക്കൊക്കെ വ്യക്തിപരമായിട്ട് ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതെല്ലാം മറക്കാനും നമുക്ക് കുറേ നേരം നന്നായി സന്തോഷിക്കാനുമുള്ള വളരെ കളർഫുള്ളായിട്ടുള്ള മൊമെൻറ്റ്സാണ്. കൽപ്പാത്തി ഭയങ്കര കളർഫുള്ളാണ്. അപ്പോൾ ആ കളറിനോടൊപ്പം ഇവരുടെയൊക്കെ കൂടെ പിടിച്ചിരിക്കാൻ വലിയ പാടാണ്. അതിനോടൊപ്പമുള്ള ശ്രമമാണ് നടത്തുന്നത്. നിങ്ങളുടെ നോക്കിയാലും മതി, ഇന്ന് കാണിച്ചാൽ മതി. ഇതിനകത്ത് ഇല്ലാത്ത കളറുകളില്ല. ആ ആളാണ് എന്നോട് പറഞ്ഞത്. ഇത് തേരിന്റെ ഒരു പ്രതീകമാണ്. അതെ, എല്ലാ തേരിൻ്റെ സങ്കല്പങ്ങൾ വരുന്നുണ്ട്. ഒരു സത്യം പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഉത്സവം കൂടിയാണ് കൽപ്പാത്തിയിൽ നടക്കുന്നത്. വേറെ ഏതെങ്കിലും പ്രദേശത്ത് നടക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉത്സവമാണ്. അതിൻ്റെതായ ഒരു സംസ്കാരം. 2024 ഇതേ രഥോത്സവം നടക്കുമ്പോൾ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു. ആ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം പോലും മാറ്റിവെക്കണമെന്ന് പോലും ആവശ്യങ്ങൾ ഉയർന്ന ഒരു സാഹചര്യം വരെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായി. കാരണം കൽപ്പാത്തിയിലെ രഥോത്സവം അത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമല്ല വലിയ ഒരു ആഘോഷമാണ്. ഈ ആഘോഷത്തില് അന്ന് സ്ഥാനാർത്ഥിയായിട്ടാണ് രാഹുൽ ആ രഥോത്സവത്തിൽ എത്തിയിരുന്നതെങ്കിൽ ഇന്ന് പാലക്കാട്ടെ പാലക്കാടിന്റെ MLA ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രഥോത്സവത്തിൽ എത്തുകയാണ്. അതാണ് രാഹുൽ പറഞ്ഞത്. അന്ന് വിരുന്നുകാരനായിട്ടായിരുന്നെങ്കിൽ ഇന്ന് വീട്ടുകാരനായിട്ട് പാലക്കാട്ടേക്ക് പറിച്ചു നട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ. അതോടൊപ്പം രാഹുൽ വലിയ സന്തോഷത്തിലാണ്. രാഹുൽ ഹാപ്പിയാണ്, പാലക്കാട്ടുകാരും ഹാപ്പിയാണ്. രാഹുൽ പറയുന്നതനുസരിച്ച് ഈ ഒരു വർഷക്കാലം വലിയ വലിയ മാറ്റങ്ങൾ, വലിയ ചേഞ്ചസ്, വലിയ മാറ്റങ്ങൾ രാഹുലിന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെക്കുന്നത്. അവിടെയും എന്താ രാഹുലെ, ചില കുത്തലുകൾ ഒക്കെ കാണുന്നുണ്ടല്ലോ എന്ന് പലർക്കും സംശയം തോന്നിയേക്കാം. സംശയം തോന്നിയാലും അവരെ ഒന്നും നമ്മൾക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ചിലതൊക്കെ പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് വലിയ ഹാപ്പിയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, രാഹുൽ മാത്രമല്ല പാലക്കാട്ടെ ജനവും ഹാപ്പിയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം അത്തരത്തിലുള്ള വലിയ ഇടപെടലുകൾ നടത്തുകയാണ്. ഇപ്പൊ രാഹുൽ വലിയൊരു പ്രഖ്യാപനം നടത്തി. പാലക്കാട്ടെ ഈ കൽപ്പാത്തിയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രഖ്യാപനമാണ് രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വെക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ വലിയ ഒരു പ്രൊജക്റ്റ്
അത് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. കൽപ്പാത്തിയുടെ വികസനവുമായി ബന്ധപ്പെട്ട്, കൾച്ചറൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രൊജക്ട് അത് കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുകയാണ് രാഹുലും ഈ പറയുന്ന VK ശ്രീകണ്ഠനും ഒക്കെ അടങ്ങുന്ന ആളുകൾ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കൽപ്പാത്തിയിലെ ഉത്സവം, അവിടെ എത്തുന്ന രാഹുൽ വളരെ ഹാപ്പി ആവുന്നു. അയാൾ വളരെ കളർഫുൾ ആണ്, സന്തോഷം അയാൾ ആസ്വദിക്കുകയാണ്. കൽപ്പാത്തിയിലെ ഈ ഉത്സവം അയാൾ ആസ്വദിക്കുകയാണ്. അപ്പോ കാര്യങ്ങൾ വേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല ഇനിയുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങൾ. കാരണം രാഹുൽ തന്നെ പറയുന്നു ഞാൻ വലിയ ഹാപ്പിയാണ് എന്ന് പറയുമ്പോൾ എല്ലാം പരിപൂർണമായിട്ട് ഈ വിവാദങ്ങളും ഈ ആരോപണങ്ങളും ഈ വേട്ടയാടലുകളും ഈ മാധ്യമ വിചാരണകളും ഒക്കെ അയാൾ തള്ളി മാറ്റിയിരിക്കുന്നു. അയാൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. പിന്നെ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്നുണ്ട്. ചിലതൊക്കെ പ്രവർത്തികളിലൂടെ മറുപടികൾ കൊടുക്കേണ്ടതാണ് എന്ന് അയാൾ ഉറപ്പ് വരുത്തിയിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ചില മറുപടികൾ രാഹുലിന്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ മുഴച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം. ഇപ്പൊ രാഹുലിന്റെ ഡ്രസ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോ മാധ്യമപ്രവർത്തകൻ ചോദിക്കുക, വളരെ കളർഫുൾ ആയിട്ടാണല്ലോ, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ യെസ്, വലിയ കളർഫുൾ തന്നെയാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു ആ കാര്യങ്ങൾ. അപ്പൊ അതിലേക്ക് ഇനി വീണ്ടും അതിലേക്ക് പോകുന്നില്ല. അപ്പോ സന്തോഷത്തിന്റെ പല വഴികളുണ്ടല്ലോ. ഇപ്പൊ കൽപ്പാത്തിയിലെ രഥോത്സവവുമായി ബന്ധപ്പെട്ട് ആ ഉത്സവ ആഘോഷത്തിൽ രാഹുൽ വ്യാപൃതനാണ്. അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് ചില ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. രാഹുൽ ഹാപ്പിയാണ്, രാഹുൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, അയാൾ പാലക്കാടിന്റെ MLA എന്നുള്ള രീതിയിൽ വലിയ വികസന മുന്നേറ്റ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോ ഇവിടെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആളുകൾ പല അർത്ഥത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള ബോധ്യം രാഹുലിനുണ്ട്. രാഹുൽ അല്ലെങ്കിലും ആ തിരിച്ചറിവുകളൊന്നും ഇല്ലാത്ത ഒരു എന്താ പറയണ്ട ഒരു കഴിവുകെട്ട വ്യക്തിയായിട്ട് നമുക്ക് രാഹുലിനെ നമുക്ക് കണക്കാക്കപ്പെടാൻ കഴിയില്ല. അങ്ങനെ അത്തരത്തിലൊരു കണക്ക് കൂട്ടലുകൾ നമ്മൾ നടത്തിയാൽ അത് നമുക്കുള്ള വലിയൊരു വീഴ്ചയായി മാറും. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ വേട്ടയാടലുകൾ ഇതൊക്കെ അയാളെ ബാധിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അയാളെ വല്ലാതെ തളർത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനെ പോലെയും ഇമോഷണൽ ഫീലിങ്സും ഒക്കെ നിറയുന്ന മനസ്സ് തന്നെയാണ് രാഹുലിൻ്റെത്. അപ്പോൾ ഈ വേട്ടയാടലുകൾ, ഈ മാധ്യമ വിചാരണകളൊക്കെ അയാളെ വല്ലാതെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ പോലും ഇന്നിപ്പോ രാഹുൽ പാലക്കാട്ട് ഹാപ്പിയാണ്. രാഹുൽ പാലക്കാട്ട് ഹാപ്പിയാണെന്ന് മാത്രമല്ല, പല രാഹുൽ തന്നെ പറയുന്ന വാക്കുകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതിനെയും മറന്ന് നമ്മൾ മറ്റൊരു ഘട്ടത്തിലേക്ക് ആ ഒരു പ്രതിസന്ധികളെ തരണം ചെയ്ത് മറ്റൊരു ഘട്ടത്തിലേക്കുള്ള യാത്രകളിൽ ആണ് ഇപ്പോൾ രാഹുൽ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും കാര്യങ്ങൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന് അനുകൂലമാണ്. അതേപോലെ തന്നെ രാഹുൽ ഒരു പുതിയ ചുവടുവെപ്പുകൾ പലതും നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വാർത്തകളൊക്കെ നമ്മുടെ ഇതിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ രാഹുലിന്റെ വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളൊക്കെ പുറത്തു വരുന്നുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന വേട്ടയാടലുകൾ തളർത്തിയ ഒരു വ്യക്തി ഒരു വലിയ തിരിച്ചുവരവിലൂടെ പാലക്കാട്ടിന്റെ സ്വീകാര്യത, പാലക്കാട്ടെ സ്നേഹം അത് വേണ്ടുവോളം അയാൾ അർഹിക്കുന്നുണ്ട്, അത് അയാൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പാലക്കാട്ടെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വേട്ടക്കാരുടെ ആക്രോശങ്ങൾ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇതൊന്നും രാഹുലിനെ ഒരു തെല്ലും ബാധിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പാലക്കാട്ടുകാരെയും അങ്ങനെ തന്നെയാണ്. കാരണം വിവാദങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തിയ രാഹുലിനെ സ്വീകരിക്കാൻ പാലക്കാട്ടുകാർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അവരുടെ സ്നേഹം വേണ്ടുവോളം അവർ രാഹുലിന് നൽകി എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ പല വേദികളിൽ, പല ഇടങ്ങളിൽ, പല അവസരങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പാലക്കാട്ട് ജനം രാഹുലുമായിട്ട് ഒരു ഗ്യാപ്പ് നമുക്ക് അതിന് ശേഷമോ അതിന് മുമ്പോ ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ മുന്നിൽ ഇപ്പോ ഒരു ആശങ്ക ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പില് രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കകൾ ഇപ്പോഴും ബാക്കിയാവുകയാണ്. കാരണം പാലക്കാട്ട് ഇത്രയധികം സ്വീകാര്യനായി വലിയ പ്രവർത്തനങ്ങൾ, MLA എന്നുള്ള രീതിയിലുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന രാഹുൽ മാങ്കൂട്ടം അയാൾ
അത്തരത്തിൽ ഒരു എന്താ പറയേണ്ടത് തഴയപ്പെടുന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാല് അത് വലിയ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുമെന്ന് മാത്രമല്ല, അവിടെ ഇനി മറ്റൊരാള് സ്ഥാനാർത്ഥിയായി വരുമ്പോ അത് ഈ രാഹുലിനെ തഴയപ്പെട്ടത് കൊണ്ട് അത്തരത്തിൽ അത് വലിയൊരു ചർച്ചാ വിഷയമായി ആളുകളുടെ മനസ്സിൽ കിടക്കുമോ എന്നുള്ള ഒരു ചോദ്യവും അവിടെ ബാക്കിയാവുകയാണ്. കാരണം രാഹുൽ എന്താണെങ്കിലും വിവാദങ്ങൾക്ക് ശേഷമുള്ള രാഹുൽ പാലക്കാട്ട് വലിയ ഊർജ്ജസ്വലനാകുന്ന രാഹുലിനെയാണ് നമ്മൾ കണ്ടത്. വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന രാഹുലിനെയാണ് കണ്ടത്. ഇപ്പൊ കൽപ്പാത്തിയിലെ രഥോത്സവത്തിന്റെ ആഘോഷത്തിൽ പോലും കൽപ്പാത്തിക്ക് വേണ്ടിയുള്ള പല പദ്ധതികളും അയാൾ മുന്നിൽ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ വലിയ വലിയ പദ്ധതികളുമായിട്ടാണ് അവിടെ നിലയുറപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തില് രാഹുലിന് സീറ്റ് നൽകാതിരുന്നാൽ, രാഹുലിനെ മത്സരിപ്പിക്കാതിരുന്നാൽ അത് എത്രത്തോളം ശരിയാകുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ച് ഇനി അവസാന ഘട്ടത്തിൽ വല്ല മാറ്റങ്ങളും സംഭവിച്ചാലല്ലാതെ ഈ പോക്കാണെങ്കിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം അത് വലിയ ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ ബാക്കിയാവുമെന്നുള്ള കാര്യവും തർക്കമില്ല. കാരണം നിലവിൽ സസ്പെൻഷനിലാണ്, സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ടിട്ടില്ല. നേതൃത്വവുമായിട്ട് വലിയ ഈ പറയുന്ന ആശയവിനിമയങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ ആരാണ് മുന്നിട്ടിറങ്ങുക, രാഹുലിന് വേണ്ടി ആരാണ് കോൺഗ്രസിൽ രാഹുലിന് വേണ്ടിയുള്ള ശബ്ദമുയർത്താൻ ആരാണ് ഉണ്ടാവുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഉത്തരങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നിലവിൽ അയാൾ ഹാപ്പിയാണ്, പാലക്കാട്ടുകാരും ഹാപ്പിയാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് അവിടെയും രാഹുൽ ഉണ്ടാകണമെന്ന് പാലക്കാട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിൽ ചില ആവശ്യങ്ങളൊക്കെ ഇവർ കോൺഗ്രസ് നേതൃത്വത്തെ DCCയെ, പാലക്കാട് DCCയെ ഒക്കെ അറിയിക്കുകയും ഈ പാലക്കാട്ടെ പ്രാദേശിക നേതാക്കൾ DCCയെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഒരു വലിയ തീരുമാനം, രാഹുലിന്റെ പൂർണ്ണമായ ഒരു തിരിച്ചുവരവിലേക്കുള്ള ഒരു തീരുമാനത്തിന് വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ ഞാനും വലിയ കാത്തിരിപ്പിലാണ്.